മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത വീടായിരുന്നു ഇത്. ഇപ്പൊ ആളുകൾ ഇങ്ങനെ കേറി വരിക. അശോക് രാജ് എപ്പോഴാ ഇവിടെ വരിക, എപ്പോഴാ വരിക എന്ന് ചോദിച്ചോണ്ട്. ആട്ടിൻപാൽ ഒരു തുള്ളി പോലും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണ്ടേ? അശോക് രാജ് ഇവിടെ വരില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞാ പോരെ, പിന്നെ ആരും വരില്ലല്ലോ. അങ്ങനെ പറയാൻ എനിക്കിപ്പൊ മനസ്സില്ല. ഈ കഷ്ടപ്പാടിനിടയിൽ ദൈവം തന്നൊരു സന്തോഷമായത് അതെന്തിനു വേണ്ടാന്ന് വെക്കണം? അസൂയോടെയാ ഇപ്പൊ ആളുകൾ എന്നെ നോക്കുന്നത്. എനിക്കത് ഇഷ്ടം. വട്ടാണ് നിനക്ക്, തനി വട്ട്. നിനക്ക് മാത്രല്ല, നിന്റെ പിള്ളേർക്കും ഈ നാട്ടിലുള്ള മിക്കവർക്കും വട്ട. ബാലേട്ടൻ മാത്രം എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ. എന്താ അശോക് രാജിനെ പോയി കണ്ട? അയാൾ ബാലേട്ടനെ മൂക്കി വലിച്ചു കയറ്റു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ദേവി, അയാൾക്ക് എന്നെ ഓർമ്മ കാണില്ലെന്ന്. അയാളുടെ ഓർമ്മശക്തിയെ പറ്റി ബാലേട്ടനാണോ തീരുമാനം എടുക്കുന്നത്? എന്റെ കഷ്ടകാലത്തിന് ആ ഷൂട്ടിംഗുകാരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അവര് വരുന്നതിന് മുമ്പ് ബാലേട്ടന് വളരെ നല്ല കാലമായിരുന്നല്ലോ. എന്റെ ദേവി, നീ എനിക്കത് സ്വയരെന്താ? ബാലേട്ട, അയാൾക്ക് ബാലേട്ടനെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നേരിട്ടൊന്ന് കണ്ടാലല്ലേ പറ്റൂ. ഓർമ്മയില്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് എന്താ നഷ്ടപ്പെടാൻ? ഓർമ്മയുണ്ടെങ്കിൽ അതെന്തൊരു ഭാഗ്യമായിരിക്കും.